പട്ടാമ്പി വാവന്നൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ വിജ്ഞാന കേരളം സംഘടിപ്പിച്ച മെഗാ ജോബ് മേള മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ, വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ Y കല്യാണകൃഷ്ണൻ, തൃത്താല മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് മേധാവി ശ്രീഷ്മ K എന്നിവർ സംബന്ധിച്ചു. US മീഡിയ ന്യൂസ്. കേരളത്തെ ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹവും വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയുമായി, നോളജ് ബേസ്ഡ് എക്കോണമിയുമായി പരിവർത്തിപ്പിക്കുന്നതിനുള്ള ബൃഹത്തായ ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്നത്. അതിനൊരുപാട് തലങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ റീസ്ട്രക്ചറിംഗ് അതിന്റെ ഭാഗമാണ്. അതുപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളം ആരംഭിച്ചത് ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളം ആരംഭിച്ചതും സമാനമായ 3 സയൻസ് പാർക്കുകൾ കൂടി ആരംഭിക്കാൻ പോകുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ വിജ്ഞാന സമ്പദ്ഘടനയുടെ ഒരു അടിത്തറയൊരുക്കുക, അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്ന ജോലി നമ്മൾ നേരത്തെ തന്നെ ചെയ്തു. മാത്രമല്ല, ഇന്റർനെറ്റ് അടിസ്ഥാന പൌരാവകാശമായി പ്രഖ്യാപിച്ച ഏക ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. ഹൈസ്പീഡ് ഇന്റർനെറ്റ് മിതമായ നിരക്കിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള K-ഫോൺ പദ്ധതി കേരളം നടപ്പാക്കിയിട്ടുണ്ടായി. ഡിജിറ്റൽ ഡിവൈഡ് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, ഇന്ന് ലോകം തന്നെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാമ്പത്തിക അസമത്വം പോലെ തന്നെ ഡിജിറ്റൽ അസമത്വമാണ്. അതും കേരളമാണ്. ഡിജിറ്റൽ അസമത്വം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് പെനിട്രേഷൻ ഉള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ഉള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ സ്മാർട്ടായി മാറിയത് കേരളമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് മാത്രമല്ല, ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഡിജിറ്റൽ സാക്ഷരതാ പരിപാടി വിജയകരമായി നടപ്പാക്കി ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമായിട്ട് കേരളം മാറിയത്. ഇന്നലെ ഒരു വീഡിയോ നിങ്ങളും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ പ്രായം ചെന്ന ഒരു മുത്തശ്ശി, റിപ്പോർട്ടർ TVയിലാണ് ഇത് വന്നത്. അവരുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഒരു വീഡിയോ കണ്ടു. അവർ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടുന്നതിനെ കുറിച്ച്, സ്വന്തമായിട്ട് Instagram അക്കൗണ്ട് ഉണ്ടാക്കിയതിനെ കുറിച്ച്, ഇൻസ്റ്റഗ്രാമിൽ അവർ ഇടപെടുന്നതിനെ കുറിച്ചൊക്കെ. അപ്പൊ ആ നിലയിൽ ഡിജിറ്റൽ ലിറ്ററസി വളരെ കൂടുതലാണ് കേരളത്തിൽ. അപ്പൊ സാമൂഹിക മാധ്യമ ഉപയോഗം മാത്രമല്ല ഇതിന്റെ ഉദ്ദേശം. ഇന്ന് ഈ വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ്ഘടന ഓഫർ ചെയ്യുന്ന പരമാവധി തൊഴിലവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നാണ് ഗവൺമെന്റ് കാണുന്നത്. കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം, തൊഴിലുകൾ വലിയ തോതിൽ ഡിജിറ്റൽ തൊഴിലുകളായിട്ട് മാറുന്നു എന്നതാണ്. തൊഴിലിടം എന്ന സങ്കല്പം തന്നെ മാറി. അതായത് ഒറ്റ സ്ഥലത്തിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ വന്നു. അങ്ങനെയാണ് കേരളത്തിൽ വർക്ക് നിയർ ഹോം സ്റ്റേഷനുകളിലെ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ വലിയ മാറ്റം മുൻകൂട്ടി കണ്ടുകൊണ്ട് നാം നടത്തിയ തയ്യാറെടുപ്പിന്റെ പ്രയോജനം ഇപ്പോൾ കിട്ടുകയാണ്.